യുഎഇക്ക് ഇന്ന് 54ാമത് ദേശീയ ദിനം. വിവിധ എമിറേറ്റുകൾ ഒന്നിച്ച് ഒരു രാജ്യമായി മാറിയതിന്റെ വാർഷികമാണ് യുഎഇ ഐക്യത്തിന്റെ മഹോത്സവം എന്ന പേരിൽ ആഘോഷിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ വെടിക്കെട്ടും പരേഡും നടന്നു. വിവിധ പ്രവാസി സംഘടനകളും ദേശീയ ദിനാഘോഷത്തിന്റെ നിറവിലാണ്. ദുബായിൽ KMCCയുടെ ആഘോഷം പുരോഗമിക്കുകയാണ്. മറ്റേതൊരു രാജ്യത്തെ അപേക്ഷിച്ചും തീർച്ചയായിട്ടും അത് യുഎഇക്ക് സ്വന്തമാണ്. Next, we will have Dr. Anwar Amin. വേദിയിൽ നിന്നും ഷിനോജ് ഷംസുദ്ദീൻ ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. ഷിനോജ്, എങ്ങനെയാണ് യുഎഇയുടെ ദേശീയ ദിനം രാജ്യം ആഘോഷിക്കുന്നത്? എന്തൊക്കെയാണ് പരിപാടികൾ? കഴിഞ്ഞ 3 ദിവസമായി യുഎഇയിൽ അവധിയായിരുന്നു. ദേശീയ ദിനവുമായി ബന്ധപ്പെട്ട് 3 ദിവസങ്ങളിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വർണ്ണാഭമായ പരിപാടികളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പല കേന്ദ്രങ്ങളിൽ, പല ബീച്ചുകളിലൊക്കെ വെടിക്കെട്ടും അതേപോലെ തന്നെ വലിയ ബഹുജന സമ്മേളനങ്ങളും നടക്കുന്നുണ്ട്. അതേപോലെ പരേഡുകൾ നടക്കുന്നുണ്ട്. പ്രവാസി സംഘടനകളും വളരെ ആവേശപൂർവ്വമാണ് ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ നമ്മൾ മുഖ്യമന്ത്രി പങ്കെടുത്ത കേരളോത്സവത്തിന്റെ ദൃശ്യങ്ങളും വാർത്തകളും പങ്കുവച്ചിരുന്നു. ഇന്ന് മുസ്ലിം ലീഗിന്റെ പ്രവാസി കൂട്ടായ്മയായ ദുബൈയിലെ KMCC ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈദുൽ ഇത്തിഹാദ് എന്ന പേരിൽ തന്നെയാണ് അവർ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഐക്യത്തിന്റെ ആഘോഷം എന്നാണ് ഈ ഈദുൽ ഇത്തിഹാദ് എന്നതിൻ്റെ അർത്ഥം. ഈ വേദിയിൽ തന്നെ ആയിരക്കണക്കിന് പേരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുള്ളത്. കുടുംബങ്ങളും കുട്ടികളും അടക്കം നിരവധി പേർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൻ്റെ ഔദ്യോഗിക പരിപാടികൾ അല്പസമയം മുമ്പ് സമാപിച്ചു. സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. വ്യാപാര രംഗത്തെ അബ്ദുള്ള പൊയിൽ, അതേപോലെ CJ റോയി, ഷഫീന യൂസഫ് അലി തുടങ്ങിയവരെ ആദരിക്കുന്ന ചടങ്ങും ഇതിനോടൊപ്പം നടന്നിരുന്നു. ഇപ്പോൾ സിത്താര കൃഷ്ണകുമാർ നേതൃത്വം നൽകുന്ന പ്രൊജക്ട് മലബാറിക്കസിന്റെ ഗാനമേള പുരോഗമിക്കുകയാണ്. അത്തരത്തിൽ ദുബൈ എമിറേറ്റിന്റെയും 7 എമിറേറ്റുകളുടെയും വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള ആഘോഷങ്ങളാണ് ഇപ്പോൾ യുഎഇ ദേശീയ ദിനത്തിന്റെ ഭാഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ജിന, ശരി. ഷിനോജ് ഷംസുദ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്. ദേശീയ ദിനാഘോഷ നിറവിലാണ് യുഎഇ. രാജ്യമെമ്പാടും വിവിധ പരിപാടികളാണ് അരങ്ങേറുന്നത്.